ഈ വർഷത്തെ തന്നെ ഈ മോസ്റ്റ് അവൈറ്റഡ് മൂവി, ലിയോയ്ക്ക് ശേഷം ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആയി മാറിയ ഒരു മൂവിയാണ് കൂലി എന്ന് പറയുന്നത്. അത്രമാത്രം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൂവിക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് ഈ ഒരു മൂവി മാത്രം ഇത്രമാത്രം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മൂവിയുടെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പ് ലെവലിൽ പോയി നിൽക്കുന്നത് ചോദിച്ചാൽ ഒറ്റ റീസണേ ഉള്ളൂ. ലോകേഷ് കനരാജ് മൂവി, അതിന്റെ കൂടെ തന്നെ രജനികാന്ത്, നാഗാർജുന, ഉപേന്ദ്ര, സത്യരാജ്, അമീർ ഖാൻ, സൗബിൻ ഷായർ ആൻഡ് അനിരുദ്ധ്. ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട. ലോകേഷ് കനരാജ് ആൻഡ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറും അല്ലെങ്കിൽ ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ടോപ്പ് ലെവലാണ്. അതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. 1000 കോടിയൊക്കെ പുഷ്പം പോലെ ഈ ഒരു മൂവി ബ്രേക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രമാണ് ആൾക്കാർ, അല്ലെങ്കിൽ അത്രമാത്രമാണ് ഓരോ ഇൻഡസ്ട്രിയും ഈ ഒരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. റീസെന്റ് ഈ ഒരു മൂവിയുടെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ സർട്ടിഫിക്കറ്റ് മൂവി, അതായത് അഡൽട്സ് ഉള്ളിയാണ്. അത്രമാത്രം വയലൻസ് ഉള്ള ഒരു മൂവിയാണ്. പുള്ളിക്കാരൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പുള്ളിക്കാരന്റെ സിനിമയുടെ സ്റ്റൈൽ എന്താണോ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്താണോ ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിച്ചത് അത് അതുപോലെ റോ ആയിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. അല്ലാതെ കട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ക ഒരു അഡൽട്സ് ഉള്ളി മൂവി, അല്ലാതെ ഒരു ഫാമിലി പടം പ്രതീക്ഷിച്ച് ഒരിക്കലും ലോകേഷിന്റെ സിനിമയ്ക്ക് പോകരുത്. അത് ഓൾറെഡി പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദിസ് മൂവി ലൈക്ക് എനിക്ക് തോന്നുന്നു ലോകേഷിന്റെ ഇതിനു മുമ്പുള്ള ഒരു മൂവിയും ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ലിയോയ്ക്കായാലും ശരി, വിക്രത്തിനായാലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലോകേഷ് ആൻഡ് രജനികാന്ത് ഒന്നിക്കുന്ന ഒരു മൂവി, അത് ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്, ഇത്രയും വലിയ ഇൻഡസ്ട്രീസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന മൂവി, അങ്ങനത്തെ ഒരു മൂവി, അല്ലെങ്കിൽ അത്രയും മാത്രം ഒരു ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവിയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന എ ആണ്. അതായത് പുള്ളിക്കാരൻ എങ്ങനെയാണോ സിനിമ എടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മളിൽ എത്തിക്കുന്നുണ്ട്. അതിൽ ഏതൊരു ഡൗട്ടും ഇല്ല. ആൻഡ് ട്രെയിലറിലോട്ട് വരുന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ ട്രെയിലർ റോസിലേക്ക് ഒരു പക്ക വയലൻസ് ആയിട്ടുള്ള ഒരു വേറെ ലെവൽ ഐറ്റം ആയിരിക്കുന്നു. പക്ഷേ ട്രെയിലർ റോസിലേക്ക് ഒരു ക്ലാസിക് വൺ, അധികം വയലൻസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണിച്ചു പോകുന്നുണ്ടെങ്കിലും ഈ ഒരു ട്രെയിലർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ആ ഒരു മൂവിയുടെ സ്റ്റോറി അല്ലെങ്കിൽ സിനോംസ് എന്താണെന്ന് ജസ്റ്റ് ഒരു 1 ലൈൻ ലെവൽ പറഞ്ഞു പോകുന്നുണ്ട്. ഓൾറെഡി സിനോംസ് ഒക്കെ റിലീസ് ആയതാണ്. ഇതൊരു വാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് വർഷമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഗാങ്സ്റ്റർ തിരിച്ചു വരുന്നതും ആ ഗാങ്സിനെ തിരിച്ചു പിടിക്കുന്നതും ഇങ്ങനെ കുറച്ച് പരിപാടിയായിരുന്നു. ഈ ഒരു ട്രെയിലറിൽ അത് പറഞ്ഞു പോകുന്നുണ്ട്. സത്യരാജ് പറയുന്നുണ്ട് 30 വർഷമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരാളെ തിരിച്ചു കൊണ്ടുവരുവാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഒരു വാച്ചിന്റെ സീക്വൻസ് എനിക്ക് തോന്നുന്നു സൗബിന്റെ കയ്യിലാണ് ഒരു ഗോൾഡൻ വാച്ച്, ഒരു വലിയൊരു വാച്ച് ഇരിക്കുന്നു. പുള്ളിക്കാരൻ റൊട്ടേറ്റ് ചെയ്യുന്നു. എന്റെ ഒരു തോട്ട് എന്ന് പറയുന്ന ഒരു സൈഫൈ മിക്സ് ആയിട്ടുള്ള ഒരു മൂവി എന്നാണ് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല, കാരണം വാച്ച് കാണിക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു ടൈം ട്രാവൽ പോലത്തെ അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ടുള്ള ഒരു ചെയർ, പിന്നെ അങ്ങനെ കുറെ പരിപാടി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ വയലൻസ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ 30 വർഷമായിട്ട് ആക്റ്റീവ് അല്ലാത്ത ഒരാൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പം സത്യരാജ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് തിരിച്ചു വന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ഒന്നും ഡീകോഡ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ട്രെയിലറിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ ഇതൊരു സൈഫൈ മൂവി ആയിരിക്കാം, ചിലപ്പോൾ സൈഫൈ ആയിരിക്കത്തില്ല, ഫുള്ളി പക്ക ആക്ഷൻ പാക്ഡ് ഒരു മൂവി ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ഈ ഒരു മൂവി ട്രെയിലർ വാസ് ലൈക്ക് റിയലി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു വയലൻസ് പരിപാടിയൊന്നും ഇല്ലെങ്കിലും നൈസായിട്ടാണ് ആ ട്രെയിലർ കട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത്. ആൻഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നെങ്കിൽ അത് അമീർ ഖാന്റെ ആണ്. ഞാൻ വിചാരിച്ചു വിക്രം പോലെ ലാസ്റ്റ് സൂര്യ കാണിക്കുന്ന പോലെ ആയിരിക്കും ഈ ഒരു മൂവിയിൽ അമീർ ഖാനെ കാണിക്കുന്നത്. പക്ഷെ ത്രൂ ഔട്ട് മൂവിൽ പുള്ളിക്കാരൻ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. കാരണം ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് അമീർ ഖാനെ. അതൊരു 1.5 കിഡിന ലുക്കായിരുന്നു കേട്ടോ. ഒരു 2 കൈയിലും കണ്ണൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരനും സ്മോക്കിനിടയിൽ കൂടി വരുന്ന ഒരു സീനുണ്ട്. മാൻ അത് പൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു എൻ്റെ ട്രെയിലറിൽ ഈ ലുക്ക് വൈസ് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാഗാർജുനായിരുന്നു. പുള്ളിക്കാരനാണ് മെയിൻ വില്ലൻ തോന്നുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ ഓരോ സീക്വൻസും പൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ഡയലോഗ് ഡെലിവറി ആയാലും അല്ലെങ്കിൽ ആ ഒരു ട്രെയിലറിന്റെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പുള്ളിക്കാരൻ എവിടെയൊക്കെ വരുന്നുണ്ടോ അടിപൊളിയായിരുന്നു. ഒരു ജോക്കറിന്റെ റെഫറൻസ് ഉണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ലോക്കി ഓൾറെഡി ഒരു DC ഫാനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു സീക്വൻസിൽ നാഗാർജുന ഇങ്ങനെ അലറി വിളിക്കുന്ന സീക്വൻസിൽ ഒരു വൈറ്റ് പാന്റ് ആൻഡ് വയലൻസ് സ്യൂട്ട് ഇട്ടിട്ടുണ്ട്. സോ പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു ഷെയ്ഡായിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം. ആൻഡ് സൗബിൻ സാറിനെ ഞാൻ അങ്ങനെ വിചാരിച്ചത് ഇതിന് ചെറിയ 2-3 സീക്വൻസ് ഒക്കെ ആയിരിക്കും, ഒരു പാട്ടും അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്റർ പരിപാടിയിൽ ഇടയ്ക്ക് വന്നു പോകുന്ന എങ്ങനെയെങ്കിലും ആയിരിക്കും. പക്ഷെ എന്റെ ട്രെയിലർ മൂപ്പറുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പക്ക പ്രോംസ് ആയിട്ടുള്ള ക്യാരക്ടർ ഈ സിനിമയിൽ മൂപ്പർക്കുണ്ട്. ആൻഡ് ട്രെയിലർ വാസ് ലൈക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ എന്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പ്രതീക്ഷിച്ചു പോയ ഐറ്റം എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരു ക്ലാസ് വൈസ് അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. ആ സിനിമയുടെ സ്റ്റോറി എന്താണ്, സിനോപ്സ് എന്താണ്, ക്യാരക്ടേഴ്സ് എന്താണ്, അവരുടെ ഷെയ്ഡ് എന്താണ്, എല്ലാ കാര്യങ്ങളും പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഓക്കെ എല്ലാം പ്രെഡിക്ട് ചെയ്തെടുക്കാം, ഓക്കെ സ്റ്റോറി ഇങ്ങനെയാണ് അതിങ്ങനെയാണ് പോകുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ കാര്യങ്ങളൊക്കെ നൈസായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാം അവിടെ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. ഈ ഒരു മൂവിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെന്റ് ലെവലിൽ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം ഒരു 1000 മടങ്ങ് കൂടിയിട്ടുണ്ടെന്നാണെങ്കിൽ പറയാം. ഞാൻ ഇപ്പോൾ സിനിമ റിലീസായി പോയി കാണാം, അങ്ങനത്തെ ഒരു മൂവ്മെന്റിൽ ഇരിക്കുകയാണ്. ട്രെയിലറിൽ വലിയ വയലൻസും പരിപാടിയൊന്നും കാണിക്കുന്നില്ല, നമ്മൾ എപ്പോഴും കാണുന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള വയലൻസ് ഈ മൂവിയിൽ കാണുന്നതാണ്. കാരണം മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ലോകേഷ് ആണ്. ഹി ഓൾറെഡി കുക്ക് സംതിങ്. ആ ലെവലുള്ള ഐറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു എൻ്റെ ട്രെയിലറിൽ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് വന്ന ആ ഒരു ലാസ്റ്റ് ഷോട്ടാണ്. സൂപ്പർ സ്റ്റാർ ഇങ്ങനെ സിഗ്ഗും വെച്ച് നടന്നു വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്ന ആ ഒരു ഭാഷയുടെ ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. മാൻ അതൊരു വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റമാണ്. ഇപ്പം ഭാഷയൊക്കെ കാണിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓൾറെഡി ഈ ഒരു സിനോപ്സിൽ പറയുന്നുണ്ട് ഒരു ഗാങ്സ്റ്റർ ഒരുപാട് വർഷത്തോടെ അണ്ടർഗ്രൗണ്ടിലായിരുന്നു, പിന്നീട് ലൈം ലൈറ്റിൽ വന്നിട്ട് ആ ഗാങ്സിനൊക്കെ തിരിച്ചു വിളിക്കുന്നു. ഭാഷ 2 അല്ലെങ്കിൽ അതിനായിട്ടുള്ള കണക്ഷൻ ഒന്നും ആവാൻ ചാൻസ് ഇല്ല. എന്നാലും ആ ഒരു ഒറ്റ സീക്വൻസിന്റെ ഇമ്പാക്ട് അത്
പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ലെവൽ ഐറ്റം ആയിരുന്നു. സോ എന്തായാലും ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഞാൻ ഈ ഒരു മൂവിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇനി ഒരു 10 ദിവസം കൂടെ ഉണ്ട്. അതിന് മുമ്പ് റിലീസ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. കാരണം ട്രെയിലർ വാസ് ലൈക്ക് റിയലി ഗുഡ് ഫോർ മീ. ആൻഡ് ഈ ഒരു മൂവിയുടെ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.